സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 27 നക്ഷത്രങ്ങളെ ആ നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്: ദേവഗണം, മനുഷ്യഗണം, അസുരഗണം അല്ലെങ്കിൽ രാക്ഷസഗണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാക്ഷസ ഗണത്തിൽ ജനിച്ച ചില നക്ഷത്രക്കാരുടെ പ്രത്യേകമായ ചില സ്വഭാവ സവിശേഷതകളും അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കഴിവുകള്, ഗുണങ്ങള്, പ്രത്യേകതകൾ, ഇതേക്കുറിച്ചെല്ലാമാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ആദ്യമായി രാക്ഷസഗണ നക്ഷത്രത്തിൽ പെടുന്ന അല്ലെങ്കിൽ അസുരഗണ നക്ഷത്രത്തിൽ പെടുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നിങ്ങനെ 9 നക്ഷത്ര ജാതരാണ് അസുരഗണ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ അസുരഗണത്തിൽ ജനിച്ചതായ നക്ഷത്രക്കാര്. ഈ രാക്ഷസഗണ നക്ഷത്രം അല്ലെങ്കിൽ അസുരഗണ നക്ഷത്രം എന്ന് പറയുമ്പോൾ രാക്ഷസൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവായ ചിന്ത വരുമെങ്കിലും ഇവിടെ നെഗറ്റീവായല്ല പറയുന്നത്, മറിച്ച് ശക്തിയും പ്രഭാവവുമുള്ള, അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെ തങ്ങളുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇങ്ങനെയുള്ള വിജയങ്ങൾ നേടിയെടുക്കാനുള്ള ഇവരുടെ പ്രത്യേകമായ കഴിവിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് രാക്ഷസഗണം എന്ന പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ രാക്ഷസ ഗണത്തിൽ ജനിച്ച ഈ നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതകൾ, ഇവരുടെ ഉള്ളിൽ ഇവർക്ക് പോലും ചില സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കാതെയുള്ള മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയട്ടെ. ഓരോന്നായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഇനിയിപ്പോ നിങ്ങൾ രാക്ഷസ ഗണത്തിൽ ജനിച്ച ആളല്ല എങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകുമല്ലോ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും. അവരുടെ ജീവിതത്തിൽ, അവരുടെ സ്വഭാവത്തിൽ ഈ വിധം സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ എന്നുള്ളത് ഈ വീഡിയോ കണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കുക. ആദ്യമായിട്ട് അസാധ്യമായ മനക്കരുത്താണ് നമുക്ക് രാക്ഷസ ഗണത്തിൽപ്പെട്ട ആളുകളിൽ കാണുവാൻ സാധിക്കുന്ന ഒരു പൊതുവായ പ്രത്യേകത. ഏത് സാഹചര്യത്തിലും ഭയമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് അസാധ്യമായ കഴിവായിരിക്കും. രണ്ടാമതായിട്ട് കഠിനാധ്വാന ശീലമാണ്. ഒഴിവില്ലാതെ പരിശ്രമിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ഇവരുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും. ഇനി മറ്റൊന്ന് ശക്തമായ ലക്ഷ്യബോധമാണ്. ഒരു പക്ഷേ ഇവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചോ സ്വപ്നങ്ങളെ കുറിച്ചോ ഇവര് ആരുമായിട്ട് പങ്കുവയ്ക്കില്ല. മറ്റുള്ളവർക്ക് തോന്നും അവര് ഒരു ലക്ഷ്യവും ഇല്ലാതെ, യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷെ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അക്ഷീണം പ്രയത്നിക്കുന്ന, മറ്റൊരു വ്യക്തിക്ക് മുന്നിൽ അത് അവർ തുറന്നു കാട്ടില്ല, പക്ഷെ എപ്പോഴും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇവര്. എത്ര പ്രതിബന്ധങ്ങൾ ഇവരുടെ ലക്ഷ്യത്തെ ഭേദിക്കാൻ വന്നാലും ഇവർ പിന്തിരിഞ്ഞോടില്ല. ഇനി ഒന്ന് നേതൃത്വ ഗുണമാണ്. ഒരു വലിയ ഗ്രൂപ്പിനെ നിയന്ത്രിക്കാനൊക്കെ ഉള്ള കഴിവ് ഇവരിൽ വളരെ കൂടുതലാണ്. അത്തരത്തിൽ സംഘാടന മികവ് ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഒരു കഴിവാണ്. എനിക്ക് തോന്നുന്നു വലിയൊരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആളുകൾ അസുരഗണ നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രക്കാരായിരിക്കും. കൂട്ടായ്മകളൊക്കെ ഏകോപിപ്പിക്കാനും അതുപോലെ തന്നെ തന്ത്രപരമായി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ചിന്തിക്കുവാനും ഒക്കെ ഉള്ള കഴിവ് ഇവരിൽ കൂടുതലാണ്. ഇനി മറ്റൊന്ന് വാഗ്ദാന പാലനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മാർത്ഥത. എല്ലാവരോടും ഒന്നും ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല. ഒന്നോ രണ്ടോ പേരോട് മാത്രം ജീവിതത്തിൽ വളരെ ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരാണ്. ആ വ്യക്തികളോടായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഇവരിങ്ങനെ പങ്കൊന്നും വെക്കില്ല. ഇവരുടെ മനസ്സിൽ എല്ലാവർക്കും അങ്ങനെ സ്ഥാനവും കിട്ടില്ല, അല്ലെങ്കിൽ അവർ കൊടുക്കില്ല. പക്ഷെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും അവര് കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവർക്കൊപ്പം ഉണ്ടാകുന്ന ഒരു സ്വഭാവ ശീലമായിരിക്കും. പലപ്പോഴും കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സായിരിക്കും ഇവർക്ക്. പിന്നെ വാക്പാലനം, ഞാൻ പറഞ്ഞല്ലോ, തല കഴുത്തിൽ നിന്ന് പോകേണ്ടി വന്നാലും പറഞ്ഞ വാക്കിൽ നിന്ന് ഇവർ മാറില്ല. സ്വന്തം തീരുമാനത്തിനും പറഞ്ഞു പോയ വാക്കിനും വേണ്ടിയിട്ട് ശക്തമായി നിലനിൽക്കുന്ന ആളുകളാണ്. ആ ഒരു ഈഗോ വളരെ കൂടുതലാണ്. ഇനി ആറാമതായിട്ട് ഈ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ഒരു കരുത്തും ധീരതയും നിശ്ചയദാർഢ്യവും ഇവർക്കുണ്ടായിരിക്കും. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു വീട് ഒരു നിമിഷം കൊണ്ട് മറ്റാരെങ്കിലും തകർത്തു കളഞ്ഞു, അല്ലെങ്കിൽ തകർന്നു പോയി എന്നിരിക്കട്ടെ, അതേ സ്ഥാനത്ത് ഒരു വീട് കെട്ടി ഞാൻ കാണിക്കും, ഞാൻ തോൽക്കില്ല, മറ്റുള്ളവരെ കളിയാക്കാൻ അനുവദിക്കില്ല എന്ന ധീരതയുള്ള, എന്ന ചിന്തയുള്ള, അങ്ങനെ ഒരു മനസ്സുള്ള ആളുകളാണ് ഇവര്. ഇനി ഏഴാമത്തെ ഒരു കഴിവെന്ന് പറയുന്നത് അസാധ്യമായ വാക് സാമർഥ്യമായിരിക്കും, വാക് ചാതുര്യമായിരിക്കും. ആരെ വേണമെങ്കിലും വാക്കുകൾ കൊണ്ട് മയക്കാനും കീഴ്പ്പെടുത്താനും ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കുന്നവരല്ല. ആലോചനാപൂർവവും തന്ത്രപരവുമായിട്ട് ഓരോരോ തീരുമാനങ്ങൾ മുന്നോട്ടെടുത്തു പോകുന്ന വ്യക്തിത്വങ്ങൾ കൂടിയാണ് ഈ അസുരഗണ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ.
ഇനി എട്ടാമത്തെ ആ ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്വഭാവം ഇവരില് കാണാൻ സാധിക്കുന്നത് എതിർക്കാനുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ എതിർക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇവരിൽ കൂടുതലായിരിക്കും. ഇവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ പൊതുവിൽ ധർമ്മത്തിന് നിരക്കാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ കണ്ടു കഴിഞ്ഞാൽ ശക്തമായിട്ട് അതിനെ അപലപിക്കും, ശക്തമായി അതിനെ നേരിടും, എതിർക്കും. ഇനി ഇവരിൽ ചില ദൗർബല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പോരായ്മകളുണ്ട്. ഒരുപക്ഷെ ആ പോരായ്മകളും ഇവർക്ക് വളരെ ഗുണത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ചില സന്ദർഭങ്ങളിൽ വളരെ കഠിനമായിട്ട് യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഇവര് പെരുമാറിക്കളയും. അത് പലപ്പോഴും ശത്രുക്കളോടൊക്കെ ആയിരിക്കും. മാക്സിമം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകന്നൊഴിഞ്ഞു പോകുന്ന ആളുകളാണ്. പക്ഷെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ ഇവരുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവലായിരിക്കും. നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു ക്രൂരതയൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഈ അസുരഗണ നക്ഷത്രക്കാര്. പകരം വീട്ടുന്നതിനും കണക്ക് തീർക്കുന്നതിനും കാലങ്ങളോളം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന, അതിനുള്ള അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന അസുരഗണ നക്ഷത്രക്കാര്. അതുകൊണ്ട് അസുരഗണ നക്ഷത്രക്കാരോട് നമ്മളൊരു മയത്തിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവ പ്രകൃതമാണ്. തമാശയ്ക്കാണെങ്കിൽ പോലും പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ദീർഘകാലം നിലനിൽക്കും. ഭയങ്കര ഈഗോയാണ്. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും ഓരോ ദിവസം കഴിയും തോറും ദേഷ്യമൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാൽ ഇവരില് വീഞ്ഞു പോലെയാണ് ദേഷ്യമൊക്കെ. നാളിൽ നാളില് അത് വർദ്ധിച്ചു വരുള്ളൂ. സ്നേഹം അതുപോലെ തന്നെ. അപ്പോൾ സമൂഹത്തിൽ ഒരു ഇൻട്രോവേർട്ടായിട്ട് അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും പലപ്പോഴും ഇവര് ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും, അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ടവരുടെ ക്ഷേമവും ഐശ്വര്യവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റു പലരും പലപ്പോഴും ഇവരെ തെറ്റായി വിലയിരുത്താറുണ്ട്. അപ്പൊ നമ്മൾ ഈ മനസ്സിലാക്കിയ രാക്ഷസ ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ വളരെ ക്രൂരനും പാപിയും ദയാദാക്ഷിണ്യം ഇല്ലാത്തവനും ആണെന്നുള്ള ചിന്തയല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, സ്വാമിയുടെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. പക്ഷെ ഈശ്വരീയമായ ഒരു ചൈതന്യം ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. പക്ഷേ രാക്ഷസ ഗണത്തിലെ സർവ്വഗുണങ്ങളും ഒത്തുചേർന്ന ആ ഭഗവാൻ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ ഉള്ളിലെ വീര്യവും ധൈര്യവും ഒക്കെ തന്നെ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സർവ്വ ലക്ഷണങ്ങളും ഹനുമാൻ സ്വാമിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കഠിനാധ്വാനം, വാക്പാലനം, അതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങേ അറ്റത്തെ അവർ സ്നേഹം കൊടുക്കുന്ന തൻ്റെ പതിയായ ശ്രീരാമസ്വാമിയോടും ദേവിയായ സീതാദേവിയോടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഭക്തി നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കുവാനും വർണ്ണിക്കുവാനും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ രാക്ഷസ ഗണത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും മോശപ്പെട്ട സ്വഭാവം എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അവരുടെ പ്രത്യേകതകൾ വളരെ വളരെ വലുതാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. നിങ്ങൾ രാക്ഷസഗണ നക്ഷത്രമാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഏതാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ? നിങ്ങൾക്കിനി രാക്ഷസഗണത്തിൽ ജനിച്ച മറ്റാരെങ്കിലും അറിയാമോ? അവരുടെ സ്വഭാവം ഇതുപോലെയാണോ? കമന്റ് ചെയ്യാം ഈ വീഡിയോയ്ക്ക്. വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.